ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രെഡ് ആൻഡ് ടെമ്പിൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വെയിൽസിലേക്കാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് വെയിൽസിലെ ലാൻഡുണ്ടോ ബീച്ചിലേക്കാണ്. ഇവിടെ എത്തിയപ്പോഴത്തേന് എനിക്കൊക്കെ വിശക്കല് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്ന സ്നാക്സ് കഴിക്കാൻ കരുതി. ഞങ്ങൾ 4-5 സ്നാക്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്നിരുന്നു. അപ്പം ഞങ്ങളിതാ തണുത്ത കാറ്റിലിരുന്ന് കടൽ നോക്കി പാമ്പൊരി തിന്നാണ്. ഈ യാത്രക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കസിനുമൊത്തുള്ള അവസാനത്തെ യാത്രയാണിത്. പിറ്റേന്ന് അവർ തിരിച്ച് UAE തന്നെ മടങ്ങി. ഇവിടെയുള്ള ഈ കല്ലുകൾക്കൊന്ന് നോക്കൂ, ഇതിലൊരു വേസ്റ്റും ഇല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ആകാശത്തിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ നമ്മൾ ബീച്ചിലേക്കൊക്കെ വരുമ്പോൾ വേറൊരു പ്രോബ്ലം ആണല്ലോ ഈ മണൽത്തരികൾ. ഇവിടെ നോക്കി മണൽത്തരികൾ പോലും ഇല്ല. ഈ ശുദ്ധമായ വെള്ളവും നീലാകാശവും പരന്ന് കിടക്കുന്ന കല്ലുകളും കാണാൻ എന്തോ ഒരു ഭംഗിയാലേ. ഞാൻ ഇവിടെ കടലിന്റെ ഭംഗി ആസ്വദിച്ചിരുന്നു കഴിഞ്ഞാൽ പാത്രത്തിലത്തെ പായമ്പൊരി ഇപ്പൊ കഴിയും. ആദ്യം അതൊന്നും എടുക്കട്ടെ, എന്നിട്ട് ബാക്കി ആസ്വദിക്കാം. പാത്രം കാലിയാക്കാതെ ഇവിടെ കടൽ ആസ്വദിക്കല് നടക്കൂല. ആദ്യം പാത്രം കാലിയാക്കിയിട്ട് തന്നെ കാര്യം, എന്നിട്ട് മതി കടൽ ആസ്വദിക്കല്. ഇതിന്റെ അപ്പുറത്ത് ലാൻഡുണ്ടോ പിയറൊക്കെ കാണാണ്ട്. അവിടെ ഒരു ജയന്റ് വീലൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ല. കടൽ ആസ്വദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ഒരു വാട്ടർഫോൾസ് ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. ഈ വാട്ടർഫോൾസൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കടല് കടക്കണം. അതിനൊരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വലിയ ടണൽ. ഇത് തുടക്കം മലമലാണ്, അത് കഴിഞ്ഞ് കടല് ക്രോസ് ചെയ്ത് പോകണം. ഞങ്ങൾ ഓൾമോസ്റ്റ് ആ വാട്ടർഫോൾസ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഈ മലമുകൾക്ക് ഒരു നേരമായിട്ടുള്ള റോഡാണുള്ളത്. ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഈ സൈഡിലേക്ക് നോക്കൂ, ഇവിടെ തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പൊ മേലെ നിന്നാണല്ലോ വെള്ളം ഒഴുകി വരുന്നത്. അപ്പൊ ആ വാട്ടർഫോൾസ് കാണലായിരുന്നു ലക്ഷ്യം. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി അതൊന്ന് നോക്കി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പൊ അടുത്തത് നമുക്ക് വാട്ടർഫോൾസ് ലക്ഷ്യമാക്കി പോവാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ചുറ്റുപുറം മരങ്ങൾ തെങ്ങി വെള്ളം അടിയിൽ കൂടി പോകുന്നൊരു മനോഹരമായ ബ്രിഡ്ജ്. ഞങ്ങളെ ലക്ഷ്യം എയ്ബർ എന്ന് പറഞ്ഞ വാട്ടർഫോൾ കാണാനാണ്. Take me
മേലോട്ട് കയറി പോയപ്പോൾ ഞാൻ കരുതിയത് ആ മലന്റെ മുകളിൽ എത്തിക്കായിരിക്കുന്നു. കേറി മേലക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് മലമുകൾക്കൊന്നുമല്ല കയറിയത്, ഇതൊരു നിരപ്പായ സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത്. അപ്പൊ യാത്ര വീണ്ടും മുന്നോട്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആ ഗേറ്റ് കടന്നിട്ടായിരുന്നു അപ്പുറത്തേക്ക് നടക്കാറ്. ഇവിടെ ഇങ്ങനെ ഞങ്ങളൊരു ചെറിയ ഹട്ട് കണ്ടു, റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ നോക്കി. ഇത് നല്ല ക്യൂട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇസമോളാണ് കേട്ടോ ഏറ്റവും ബാക്കില്. ഓളവിടെ ഉള്ള ഇല പറിച്ചിട്ടും പൂ പറിച്ചിട്ടും ഇങ്ങോട്ട് എത്തണ്ടേ. ഇതാണ് ഞാൻ പറഞ്ഞത്. പകുതി നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇനി 4.5 കിലോമീറ്റർ നടക്കണം. അത് ബുദ്ധിയല്ല, അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് വല്ല എക്സ്പ്ലോറും ചെയ്യാൻ പറ്റിയ സ്ഥലം കാണുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഞങ്ങളെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുള്ളായ ബീച്ചും കൂടി കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു. ഞങ്ങളിവിടെ വെച്ചൊരു കുട്ടി ഗെയിം കളിച്ചു. ഈ റോക്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആർതാണ് ഏറ്റവും ഹൈയിൽ വെക്കുക, ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കളിച്ചിരുന്നു. ഞാൻ, ഇമ്മ, ഇസൊട്ടി, യാനി, മുത്തമ്മ. ഇതിലാര് ജയിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, കാരണം കുറച്ചൊന്ന് ഹയർ ആകുമ്പത്തിന് പൊട്ടും. ഇതിൻ്റെ ഒക്കെ എത്ര വട്ടം പൊട്ടി, ഞാൻ എത്ര വട്ടം ഉണ്ടാക്കി. ഇത് ചുമ്മാ ഒരു വീഡിയോ, ഒരു രസം. കുത്തി വണ്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തു. ഈ ഒരു റൈഡ് എന്താന്ന് മനസ്സിലായോ? ഇത് സംഭവം ഇതിമ്മ കൂടി നടക്കേണ്ടതാണ്. ഇതൊരു ട്രക്ക് മില്ല് പോലെ വർക്ക് ചെയ്യണ സംഭവമാണ്. ഞങ്ങൾ നടക്കാൻ മടിയായതുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.